പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്ന് ജനവിധി തേടാൻ പോവുകയാണ്. വയനാട്ടിൽ നിന്നാണ് ജനവിധി തേടാൻ പ്രിയങ്ക ഒരുങ്ങുന്നത്. 6 മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പിന്റെ വേദിയാവുകയാണ് വയനാട് ലോക്സഭാ മണ്ഡലം. അവിടെ നിന്നാണ് പ്രിയങ്ക ഗാന്ധി ജനവിധി തേടാൻ പോകുന്നത്. 2009 മുതലുള്ള ആ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ഘടന പരിശോധിച്ചാൽ എപ്പോഴും കോൺഗ്രസിന് വിജയം സുനിശ്ചിതമായ മണ്ഡലമാണ് വയനാട്. അവിടെ നിന്ന് പ്രിയങ്ക ഗാന്ധിയും ജയിച്ചു കയറുമെന്നത് അവിതർക്കിതമായ ഒരു വസ്തുതയാണ്. മാത്രമല്ല, കോൺഗ്രസിന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ലീഗിന്റെ ശക്തമായ പിന്തുണയും ആ മണ്ഡലത്തിൽ പ്രിയങ്കയുടെ വിജയം സുസാധ്യമാക്കും. അപ്പോൾ കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയത്തിന്റെ രാസപരിണാമങ്ങളെ പ്രിയങ്കയുടെ സാന്നിധ്യം എങ്ങനെയൊക്കെ സ്വാധീനിക്കും? പ്രധാനമായും 5 മേഖലകളിലാണ് പ്രിയങ്കയുടെ സാന്നിധ്യം ഇനി ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നെഹ്റു കുടുംബത്തിന്റെ, ഗാന്ധി കുടുംബത്തിന്റെ നിരന്തര സാന്നിധ്യം കേരളത്തിൽ ഇനി ഉണ്ടാകും എന്നതാണ്. ഡൽഹിയിൽ നിന്ന് നാം അനുഭവിക്കുന്ന ഒരു വിദൂര സാന്നിധ്യമല്ല ഇനി അത്. കേരളത്തിന്റെ മിടിപ്പ് ഉൾക്കൊള്ളുന്നതാകും ഇനി ഗാന്ധി കുടുംബത്തിന്റെ സാന്നിധ്യം. അപ്പോൾ അത് കേരളത്തിൽ എന്തൊക്കെ ചലനങ്ങൾ ഉണ്ടാക്കും? ഇനി അടുത്തതായി, കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃനിരയിൽ, അതിന്റെ അധികാര സമവാക്യങ്ങളിൽ എങ്ങനെയൊക്കെയായിരിക്കും ഇനി പ്രിയങ്കയുടെ സാന്നിധ്യം മാറ്റം വരുത്താൻ പോകുന്നത്? അടുത്തത്, കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ശക്തരും വിശ്വസ്തരുമായ സഖ്യകക്ഷിയാണ് ലീഗ്. ലീഗിന്റെ പൊതുരാഷ്ട്രീയത്തെയും ലീഗിന്റെ ജെൻഡർ രാഷ്ട്രീയത്തെയും പ്രിയങ്കയുടെ സാന്നിധ്യം എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്താൻ നിർബന്ധിതമാക്കും. പിന്നെ CPM ആണ് കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയോഗി. CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷത്തിന് പ്രിയങ്കയുടെ സാന്നിധ്യം ഏതൊക്കെ തരത്തിലുള്ള പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കും? അവസാനമായി, BJPയെ സംബന്ധിച്ച് എന്തൊക്കെ തരത്തിലുള്ള പുതിയ പരീക്ഷണങ്ങൾക്ക് അവർ നിർബന്ധിതരാകും പ്രിയങ്കയുടെ സാന്നിധ്യത്തോടെ? ഈ 5 ഘടകങ്ങളാണ് നാം ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. ആദ്യത്തെ ഘടകം, ഗാന്ധി കുടുംബത്തിന്റെ നിരന്തരമായ സാന്നിധ്യം കേരളത്തിൽ അതെന്ത് പ്രതികരണം സൃഷ്ടിക്കും എന്നതാണ് നോക്കുന്നത്. 2019 രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നത് മുതൽക്കാണ് ഈ ഗാന്ധി കുടുംബത്തിന്റെ പൈതൃകം കേരളം അനുഭവിക്കാൻ തുടങ്ങുന്നത്. അത് ഒരർത്ഥത്തിൽ അമേഠിയിലെ വലിയ തിരിച്ചടിയിൽ നിന്ന് കരകയറുന്നതിന്, രാഹുലിൻ്റെ നാം ഇന്ന് കാണുന്ന പുനരുജ്ജീവനത്തിൻ്റെ പന്താവ് വെട്ടി തുറക്കുന്നതിന് ഏറ്റവും നിർണായകമായ ഘട്ടമായിരുന്നു. ഇന്നിപ്പോൾ 2024 റായ്ബറേലിയെ സ്വീകരിച്ചുകൊണ്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ BJPയോട് ഏറ്റുമുട്ടുന്നതിനുള്ള ആത്മവിശ്വാസം നൽകിയതും വയനാടാണ്. ആ കടപ്പാട് രാഹുൽ മറന്നിട്ടില്ല. രാഹുൽ ഏറ്റവും ഒടുവിൽ സംസാരിക്കുമ്പോഴും ആ വൈകാരിക ബന്ധത്തിൻ്റെ ആഴം രാഹുലിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തവുമായിരുന്നു. ഇവിടെ അപ്പോഴും രാഹുൽ ഗാന്ധി ഒരു നിരന്തര സാന്നിധ്യമായിരുന്നില്ല. എന്ന് വെച്ചാൽ ഗാന്ധി കുടുംബത്തിൻ്റെ നിരന്തര സാന്നിധ്യം കേരളം അപ്പോഴും അനുഭവിച്ചിട്ടില്ല. എന്നാൽ അങ്ങനെയല്ല പ്രിയങ്ക വരുമ്പോൾ. പ്രിയങ്ക ഗാന്ധി വയനാട് ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. 52-കാരിയായ പ്രിയങ്ക ഗാന്ധി ഉടനെ ഇവിടെ നിന്ന് പോകാൻ പോകുന്നില്ല. ആ മണ്ഡലം പ്രിയങ്കയെ സംബന്ധിച്ച് ഇനി തൻ്റെ സ്വന്തം മണ്ഡലമായിരിക്കും. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ നാം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത രൂപത്തിൽ ഗാന്ധി കുടുംബത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് നിത്യസാന്നിധ്യമായി മാറുകയാണ്. അത് വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കുക. കേരളത്തിന് ഗാന്ധി കുടുംബത്തോടുള്ള താല്പര്യവും ബഹുമാനവും ആദരവും സ്നേഹവും എത്രമാത്രമുണ്ട് എന്നത് ചരിത്രപരമായൊരു വസ്തുതയാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയെ ഉത്തരേന്ത്യ തൂത്തെറിഞ്ഞപ്പോഴും ചേർത്തു നിർത്തി കേരളമടക്കമുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇന്ദിരാഗാന്ധിയെ. അതിൽ തന്നെ ഏറ്റവും താല്പര്യത്തോടെ ഇന്ദിരാഗാന്ധിയെ വിജയിപ്പിച്ചെടുക്കുന്നതിൽ കേരളത്തിലെ 77-ലെ ജനവിധി വളരെ പ്രധാനവുമായിരുന്നു. കേന്ദ്രത്തിലേക്ക് മാത്രമല്ല അന്ന് ഇന്ദിരാഗാന്ധിയെ വിജയിപ്പിക്കാൻ കേരളം തയ്യാറായത്, സംസ്ഥാനത്തും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് തന്നെയാണ് മികച്ച ഭൂരിപക്ഷം നൽകിയത്. അപ്പോൾ അതാണ് കേരളത്തിലെ വോട്ടർമാരുടെ മനസ്സിന് ഗാന്ധി കുടുംബത്തോടുള്ള കൂറ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി സംഭവിക്കുകയുണ്ടായി. എന്താണത്? രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിക്കുന്നു, രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നിന്നും ജയിക്കുന്നു. ഒടുവിൽ റായ്ബറേലി നിലനിർത്താൻ രാഹുൽ ഗാന്ധി തീരുമാനിക്കുന്നു. വയനാട്ടിലേക്ക് ആര് വേണം? ആലോചനകൾ, ചർച്ചകൾ. പിന്നെ കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിയുടെ പേര് പറയുന്നു. കഴിഞ്ഞ ദിവസത്തെ കൂടിയാലോചനയിലാണോ പ്രിയങ്ക ഗാന്ധിയുടെ പേര് ഉയർന്നു വന്നത്? അല്ല. അതിനു മുൻപ് തന്നെ ഈ തീർപ്പുണ്ടായിരുന്നു. റായ്ബറേലിയിൽ ജയിച്ചാൽ രാഹുൽ ഗാന്ധി വയനാട് ഒഴിയും, അവിടേക്ക് പ്രിയങ്ക ഗാന്ധി വരും. അത് തീർച്ചപ്പെടുത്തിയൊരു തീരുമാനമായിരുന്നു. അതിൻ്റെ കാരണം ഞാൻ പറയാം. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിയ ഘട്ടത്തിൽ നാം കേട്ട ഒരു കാര്യമുണ്ട്, സോണിയാഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് മാത്രമല്ല, മോദി ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കഘട്ടത്തിൽ ടെലിവിഷൻ അഭിമുഖങ്ങളിലടക്കം പരിഹാസത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട്, കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ആളുകൾ, പരിവാർവാദികൾ രാജ്യസഭ വഴിയായിരിക്കും ഇനി കടന്നു വരാൻ പോവുക. തോൽവിയെ ഭയക്കുന്ന പല വേന്ദ്രന്മാരും അങ്ങനെ രാജ്യസഭയിലൂടെ രക്ഷപ്പെടാനാണ് നോക്കുന്നത് എന്ന്. ശരിയാണ്, സോണിയാഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചു. സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് പോകാനും തീരുമാനിച്ചു. സോണിയാഗാന്ധി ഏത് സംസ്ഥാനത്ത് നിന്നാണ് രാജ്യസഭാ സ്ഥാനാർത്ഥിയായി ജയിച്ചു വന്നത്? നാം ശ്രദ്ധിക്കണം, അത് രാജസ്ഥാനാണ്. എന്ന് വെച്ചാൽ മറ്റൊരു പോംവഴിയും ഇല്ലാതിരുന്നത് കൊണ്ടാണോ? അല്ല. കർണാടകയിൽ അതേ സമയം
2 പേരെ കോൺഗ്രസ് രാജ്യസഭയിലേക്ക് ഇവിടെ നിന്ന് വിജയിപ്പിച്ച് വിടുന്നുണ്ട്. അപ്പോൾ കർണാടകയിൽ നിന്ന് സോണിയാഗാന്ധിക്ക് ജയിച്ചുകൂടെ? വേണ്ട എന്ന് സോണിയാഗാന്ധി തീരുമാനിക്കുകയാണ്. കർണാടകയിൽ നിന്ന് ജയിച്ചു വന്ന 2 പേരുടെ പേരുകൾ കൂടി ഞാൻ പറയാം. 1 അജയ് മാക്കൻ, 2 സയ്യിദ് നാസിർ ഹുസൈൻ. ഈ 3 പേരും എന്ന് വെച്ചാൽ അജയ് മാക്കൻ, സയ്യിദ് നസീർ ഹുസൈൻ, പിന്നെ സോണിയാഗാന്ധി, ഇവർ ഏപ്രിൽ 4-നാണ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ട് സോണിയാഗാന്ധി കർണാടക വേണ്ട എന്ന് വെച്ചു? രാജസ്ഥാൻ തന്നെ നിശ്ചയിച്ചു. തെക്കേ ഇന്ത്യയിൽ ഗാന്ധി കുടുംബത്തിൽ നിന്നൊരാൾ ഉണ്ടാകും. അത് പ്രിയങ്കയായി. ഇപ്പോൾ രാഹുൽ ഗാന്ധി 2 വിജയിച്ചതോടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നത് നാം എല്ലാവരും കണ്ടതുപോലെ കഴിഞ്ഞ ദിവസം ഖാർഗെയുടെ ഔദ്യോഗിക വസതിയിൽ ഇവരെല്ലാം കൂടിയാലോചിച്ച് എന്നാൽ പിന്നെ പ്രിയങ്ക അവിടെ മത്സരിക്കട്ടെ എന്നെടുത്ത തീരുമാനമല്ല എന്ന്. ഇതിൻ്റെയൊക്കെ പിന്നിൽ അവരുടെ കൃത്യമായ തയ്യാറെടുപ്പുണ്ടായിരുന്നു. അത് മോദി പരിഹാസത്തോടെ പറഞ്ഞാലും ഇല്ലെങ്കിലും രാഷ്ട്രീയത്തിലെ തന്ത്രപരമായ നിലപാടുകളാണിതെല്ലാം. അതവർ വിജയകരമായി പരീക്ഷിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ നാം ഇതുവരെ പറഞ്ഞു വന്നത് ഗാന്ധി കുടുംബത്തിൻ്റെ, നെഹ്റു കുടുംബത്തിൻ്റെ കേരളത്തിലെ നിരന്തര സാന്നിധ്യം അത് ഏതൊക്കെ തരത്തിലുള്ള പ്രത്യേകതകൾ അടങ്ങിയതാണ് എന്നതാണ്. ഇനി അടുത്തതിലേക്ക് വരാം. കോൺഗ്രസിനെ ഇതെങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ KPCCയെ, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ. നേരത്തെ രാഹുൽ ഗാന്ധി ഇവിടെ MP ആണെങ്കിൽ പോലും ഇവിടുത്തെ ദൈനംദിന രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാറില്ല. KC വേണുഗോപാലാണ് ഒരർത്ഥത്തിൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ അന്തിമ വാക്കായി ഇപ്പോൾ മാറിയിട്ടുള്ളത്. ഇതിനു മുൻപ് AK ആന്റണിയായിരുന്നു. കേരളത്തിൻ്റെ ഹൈക്കമാൻഡ് എന്ന വിശേഷണ പദം പോലും AK ആന്റണിക്ക് ഉണ്ടായിരുന്നു. അതിനു മുൻപ് K കരുണാകരൻ. ഈ പദവികളെല്ലാം ഇവർക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഗാന്ധി കുടുംബവുമായുള്ള അടുത്ത ബന്ധം അല്ലേ? ഇപ്പോൾ KC വേണുഗോപാലിനെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി കണ്ടിരിക്കുന്നതും ഈ രാഹുൽ ഗാന്ധിയുമായുള്ള, ഗാന്ധി കുടുംബവുമായുള്ള അടുത്ത ബന്ധം കൊണ്ടാണ്. പക്ഷേ ഗാന്ധി കുടുംബത്തിൽ ഒന്നാകെ അടുത്ത ബന്ധമുള്ള ആളല്ല KC വേണുഗോപാൽ. രാഹുലുമായാണ് KC വേണുഗോപാലിന് ഏറ്റവും അടുപ്പവും ഹൃദയബന്ധവും ഉള്ളത്. അപ്പോൾ ഇവിടെ പക്ഷേ രാഹുൽ ഗാന്ധി നിരന്തര സാന്നിധ്യമായിരുന്നില്ല. മേലിലും അങ്ങനെയല്ല എന്തായാലും ഇനി. പക്ഷേ പ്രിയങ്ക ഗാന്ധി ഇവിടെ ഇനി നിരന്തര സാന്നിധ്യമായിരിക്കും. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ഹൈക്കമാൻഡിൻ്റെ ഭാഗമാണല്ലോ പ്രിയങ്ക ഗാന്ധി. ഇവിടെ നിരന്തര സാന്നിധ്യമാകാൻ പോകുന്നു. പുതിയൊരു അധികാര കേന്ദ്രം ഇവിടെ ഉണ്ടാകാൻ പോകുന്നു. അതിവിടുത്തെ സമവാക്യങ്ങളെ മാറ്റിമറിക്കില്ലേ? ഇപ്പോൾ KC വേണുഗോപാലിന് അടുപ്പമുള്ളവർക്ക് പല പദവികളും കിട്ടുന്നത് പോലെ, ഈ പ്രസ്ഥാനത്തിൽ പല സ്വാധീനത്തോടെയും അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത് പോലെ ഒരു പുതിയ അധികാര കേന്ദ്രമായി പ്രിയങ്ക ഗാന്ധി മാറുമ്പോൾ അങ്ങോട്ടേക്കും ചേരിമാറ്റമുണ്ടാകും. അത് ഇവിടുത്തെ സ്വാഭാവികമായും സമവാക്യങ്ങളെ മാറ്റിമറിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്നൊരു ഫാക്ടർ കൂടി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ ഇനിയിപ്പോൾ നിയന്ത്രിക്കുന്ന ഘടകമായി മാറും. എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് ഇങ്ങനെ രാഹുൽ പക്ഷമെന്നും പ്രിയങ്ക പക്ഷമെന്നും ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുമെന്ന അർത്ഥത്തിലല്ല. പുതിയൊരു അധികാര സമവാക്യം എപ്പോഴും രാഷ്ട്രതന്ത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് ആരോഗ്യകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് ഗുണകരമാവുകയും ചെയ്യും. ആ കളിയായിരിക്കും ഇനിയിപ്പോൾ ഈ പുതിയ അധികാര കേന്ദ്രം എന്ന നിലയിൽ പ്രിയങ്ക ഇവിടെ കളിക്കാൻ പോകുന്നത്. അതിൻ്റെ ആദ്യ പ്രതികരണങ്ങൾ നാം ഇപ്പോൾ കണ്ടു തുടങ്ങിയല്ലോ. മുരളീധരൻ്റെ പ്രതികരണം ശ്രദ്ധിച്ചില്ലേ? മുരളി എന്താണ് പറഞ്ഞത്? തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സജീവമാകൂ. അതിൻ്റെ കാരണം നേതാക്കന്മാരായ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തകരാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന്. ഇപ്പോൾ മുരളീധരൻ പറയുന്നത് നെഹ്റു കുടുംബത്തിൽ നിന്ന്, ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരാൾ മത്സരിക്കുമ്പോൾ എങ്ങനെയാണ് മാറി നിൽക്കാൻ കഴിയുക? അതിൽ സജീവമായി ഭാഗഭാക്കാകും. അത് കഴിഞ്ഞാൽ പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങളിലേക്ക് സജീവമാകൂ. ഇതാണ് പ്രിയങ്കയുടെ രംഗപ്രവേശത്തോടെ ഉണ്ടാകാൻ പോകുന്ന മാറ്റം. അതിലെ ആദ്യത്തെ മാറ്റം ഈ മുരളിയുടെ വാക്കുകളിൽ നിന്ന് പ്രകടമാണ്. അത് ഓരോരുത്തരെ സംബന്ധിച്ചും ഇനി അനിവാര്യമായ ഒരു സാന്നിധ്യമായി പ്രിയങ്ക മാറുന്നു എന്ന് അംഗീകരിക്കലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തം നിലപാടുകളിൽ ഏറ്റിറക്കങ്ങൾ ഉണ്ടാകേണ്ടി വരും എന്ന് സ്വയം സമ്മതിക്കലാണ്. അങ്ങനെ മുരളിയിൽ തുടങ്ങുന്നു. ഇനി പല പല മാറ്റങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാനും കഴിയും. അപ്പോൾ നാം 3ാമത്തെ ഘട്ടത്തിലേക്ക് വരാൻ പോവുകയാണ്. നെഹ്റു കുടുംബത്തിന്റെ പ്രാധാന്യം കേരളത്തിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നത് കണ്ടു. കോൺഗ്രസിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് കണ്ടു. ഇനി പ്രിയങ്കയുടെ സാന്നിധ്യം മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കും എന്നതാണ് പരിശോധിക്കുന്നത്. ലീഗിനെ സംബന്ധിച്ച് വയനാട് എന്ന് പറയുന്നത് അവർക്ക് ശക്തിയുള്ളൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ 2009 മുതൽ അവർ ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുണ്ട്. MI ഷാനവാസാണ് 2009 അന്ന് ജയിച്ചത്. ഷാനവാസ് പല സ്ഥലങ്ങളിൽ നിന്ന് രാഷ്ട്രീയമായ ഭാഗ്യ പരീക്ഷണം നടത്തുകയും അവിടെയൊക്കെ പരാജയപ്പെടുകയും ചെയ്തയാളാണ്. പക്ഷേ ലീഗിന്റെ പിന്തുണയോടെ തളികയിൽ വെച്ച് കിട്ടി ഷാനവാസിന് MP സ്ഥാനം. അടുത്ത തവണയും ഷാനവാസ് അവിടെ നിന്ന് മത്സരിക്കുന്നു. ഭൂരിപക്ഷത്തിൽ കുറവുണ്ടാകുന്നുവെങ്കിലും വിജയിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പിന്നീടാണ് ഈ പറയുന്ന നാടകീയമായ മാറ്റങ്ങൾക്കൊടുവിൽ രാഹുൽ ഗാന്ധി അവിടേക്ക് എത്തുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ, ഗാന്ധി കുടുംബത്തെ രാഷ്ട്രീയ പ്രതിസന്ധികളിൽ സഹായിച്ചതിന്, ഏറ്റവും ശക്തമായ പിന്തുണയോടെ ഇപ്പോഴും നിലയുറപ്പിക്കുന്നതിന് ലീഗിനെ സംബന്ധിച്ച് വലിയ വലിയ പ്രാധാന്യം അത് കിട്ടുകയാണ് ദേശീയ തലത്തിൽ തന്നെ.
ഈ പല ഘട്ടങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിൽ ഈ ലീഗിൻ്റെ കൊടി ഉപയോഗിക്കാൻ പാടില്ല അടക്കമുള്ള അവരെ പ്രതിരോധത്തിലാക്കുന്ന പല തീരുമാനങ്ങളും എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അന്തിമ വിജയമെന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ ജനവിധിയാണ്. ആ ജനവിധിയുടെ പിന്തുണ എന്ന് പറയുന്നത് ലീഗിന് കിട്ടിയ അംഗീകാരമാണ്. പ്രചാരണത്തിൽ ലീഗിൻ്റെ കൊടി ഉയർത്താൻ കഴിഞ്ഞില്ല. പക്ഷേ വിജയിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധി നന്ദി പറയാനെത്തിയപ്പോൾ ആ പാർട്ടിയുടെ കൊടിക്കൊപ്പം വാനത്തിൽ പാറിക്കളിച്ചു ഈ ലീഗിൻ്റെ പതാകയും. അതാണ് മറുപടി, മോദിക്കുള്ള മറുപടി, എം വി ഗോവിന്ദനും പിണറായിക്കും ഒക്കെയുള്ള മറുപടി. അപ്പോൾ അങ്ങനെ ലീഗിനെ സംബന്ധിച്ച് ലീഗിൻ്റെ ശക്തി തെളിയിക്കാൻ കഴിഞ്ഞ ഇനിയും ഗാന്ധി കുടുംബത്തിന് അനിവാര്യമായ ബന്ധുവാണ് ലീഗ്. ഇത് ലീഗിൻ്റെ പ്രാധാന്യം കൂട്ടുന്നു. അതേസമയം തന്നെ ലീഗിനെ സംബന്ധിച്ച് മുഖ്യധാരയിലെ സ്വീകാര്യത കൂട്ടാൻ കഴിയുന്ന ഒരു ഘടകമായി കൂടി അത് മാറുകയാണ്. അത് എങ്ങനെ എന്ന് നോക്കാം. ഇപ്പോൾ ഈ അഖിലക്കിനെ 2015 അയാളുടെ വീട്ടിൽ കയറി ഒരു ആൾക്കൂട്ടം തച്ചു കൊല്ലുകയുണ്ടായി. അതിനുശേഷമാണ് പല ഘട്ടങ്ങളിലായി ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ കഥ നാം കേൾക്കുന്നത്. എല്ലാത്തിലും മുസ്ലിം വിഭാഗത്തിന് തന്നെയാണ് ഇരയാക്കപ്പെടേണ്ടി വന്നിട്ടുള്ളത്. അന്ന് CPM ആർജവത്തോടെ ഒരു നിലപാടെടുത്തു, ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക എന്ന്. അന്ന് കോൺഗ്രസ് സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്, ഉമ്മൻചാണ്ടി സർക്കാർ. ലീഗിനെ സംബന്ധിച്ച് അവർക്ക് പ്രതിസന്ധിയും പരിമിതിയുമുണ്ട് ഈ വിഷയത്തിലൊരു നിലപാടെടുക്കാൻ. ആ ഘട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിൽ നിലപാടെടുക്കേണ്ടത് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് എന്ന്. കോൺഗ്രസ് എത്രമാത്രം ആർജവത്തോടെ നിലപാടെടുത്തു എന്നറിയില്ല. പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചും CPM നടത്തിയ ആ ബീഫ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ അവർക്ക് വലിയൊരു രക്ഷാകരമായിരുന്നു. അത് അവരുടെ രാഷ്ട്രീയത്തെ ലെജിറ്റിമൈസ് ചെയ്യുന്ന ഒരു നീക്കമായിരുന്നു, അല്ലേ? പൊളിറ്റിക്കൽ ലെജിറ്റിമൈസേഷൻ എന്ന് പറയുന്നത് പ്രധാനമാണ്, പ്രത്യേകിച്ചും ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗത്തെ സംബന്ധിച്ച്. കാരണം അത്ര ശക്തമായാണ് അവർ ആക്രമിക്കപ്പെടുന്നത്, ഇരകളാക്കപ്പെടുന്നത്, വേട്ടയാടപ്പെടുന്നത് മോദി സർക്കാരിൻ്റെ കീഴിൽ. ഇപ്പോൾ ഈ അടുത്തിടെ നടന്നൊരു സംഭവം പറയാം. മധ്യപ്രദേശിലൊരു വീട്ടിലെ ഫ്രിഡ്ജിൽ ബീഫ് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് മധ്യപ്രദേശിലെ BJP സർക്കാർ ചെയ്തത് എന്ന് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അവിടെ മധ്യപ്രദേശിലെ BJP സർക്കാർ മോഹൻ യാദവിൻ്റെ നേതൃത്വത്തിലാണ് 11 വീടുകളാണ് തകർത്തത്. മണ്ഡല ജില്ലയിലായിരുന്നു ഇങ്ങനെ വീടുകളെല്ലാം തകർത്തത്. ഏത് വിഭാഗത്തിൻ്റെ? മുസ്ലിം വിഭാഗത്തിൻ്റെ. ഈ വിഷയം ഒവൈസിയാണ് ഉന്നയിച്ചത്. ഒവൈസി പറഞ്ഞത് എന്താണെന്നറിയാമോ? 2015 അഖിലക്കിനെ കൊന്നു, അതിനുശേഷം എത്ര മുസ്ലിങ്ങളെ നിങ്ങൾ കൊന്നുവെന്ന് ആർക്കറിയാം? ദൈവത്തിന് മാത്രമാണ് അതറിയുക. എന്ന് മാത്രമല്ല, ഈ സംഭവം ഇന്ത്യൻ എക്സ്പ്രസ് ഗൗരവത്തോടെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഒവൈസിയുടെ ഈ വാചകം ആ റിപ്പോർട്ടിൽ വന്നത് വളരെ വളരെ പ്രധാനമാണ്. ദ വർക്ക് ദാറ്റ് മോബ്സ് യൂസ് ടു ഡു earlier ഈസ് നൗ ബീങ് ഡൺ ബൈ ഗവൺമെൻറ്. എന്ന് വെച്ചാൽ മുൻപ് ആൾക്കൂട്ടങ്ങൾ ചെയ്തിരുന്നത് ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ചെയ്യുന്നു. അപ്പോൾ ആൾക്കൂട്ടത്തെ ആദ്യം ഉണ്ടാക്കുന്നു, പിന്നെ അത് ഗവൺമെൻറ്റായി തന്നെ മാറുന്നു. ആക്രമിക്കപ്പെടുന്നത് ഒരു കൂട്ടർ തന്നെ. ആക്രമിക്കുന്ന ശക്തികളുടെ സ്വഭാവം മാത്രമാണ് മാറുന്നത്. അതാദ്യം മുഖമില്ലാത്തവരാകുന്നു, പിന്നെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ തന്നെയാകുന്നു. ഇതാണ് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ നേരിടുന്ന യാഥാർത്ഥ്യം. ഒവൈസിക്ക് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് നൽകിയ മറുപടിയും ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടിലുണ്ട്. ആ കോട്ട് ഞാൻ വായിക്കാം. Please tell Owaisi that he should not mistake Madhya Pradesh for Hyderabad. This is Madhya Pradesh and there is a BJP government in Madhya Pradesh. ഈ ഹൈദരാബാദ് എന്ന് പറയുന്നത് ഒവൈസിയുടെ തട്ടകമാണ്, ഒവൈസി കുടുംബത്തിൻ്റെ തട്ടകമാണ്. നേരത്തെ അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് അവിടെ വിജയിച്ചു വന്നത്, ഇപ്പോൾ ഒവൈസി തുടർച്ചയായി വിജയിച്ചു വരുന്നു. അത് അവിടെ വെച്ചാൽ മതി എന്നാണ് പറയുന്നത്, ഇവിടേക്ക് ഇറക്കണ്ട എന്ന്. ഇങ്ങനെയൊരു അന്യവൽക്കരിക്കപ്പെടൽ വിജയിക്കുമ്പോൾ പോലും ആ മേഖലയെ പ്രത്യേകമായി അകറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ അവിടെ വെച്ചാൽ മതി എന്ന് പറയുന്ന ധാർഷ്ട്യം ഈ പറയുന്ന മധ്യപ്രദേശ് സർക്കാർ കാണിക്കുകയാണ്. ഇതുതന്നെയാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് നേരിടുന്നത്, വയനാട്ടിലായാലും എവിടെയായാലും. അപ്പോൾ അതിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു ലെജിറ്റിമൈസേഷനിലേക്ക് അവർക്കെത്താൻ കഴിയും പ്രിയങ്ക ഗാന്ധിയെ അവർ വിജയിപ്പിക്കുമ്പോൾ. എന്ന് വെച്ചാൽ ഈ ഗാന്ധി കുടുംബവുമായുള്ള അഭേദ്യമായ രാഷ്ട്രീയ ബന്ധം, ഗാന്ധി കുടുംബത്തിൻ്റെ വിജയ സമവാക്യത്തിലെ അനിവാര്യമായ ചേരുവയായി ലീഗ് മാറുമ്പോൾ, ലീഗ് രാഷ്ട്രീയം മാറുമ്പോൾ കിട്ടുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ ലെജിറ്റിമൈസേഷനുണ്ട്. രാഹുലിൻ്റെ വിജയത്തിന് ശേഷം ലീഗിൻ്റെ പതാക പാറിക്കളിച്ചു. ഇനി പ്രിയങ്കയുടെ വിജയത്തിന് ശേഷം പ്രിയങ്കയുടെ ഇവിടുത്തെ നിരന്തര സാന്നിധ്യത്തിൻ്റെ കൂടി പിൻബലത്തിൽ ലീഗിൻ്റെ രാഷ്ട്രീയ സന്ദേശം കൂടി പാറിക്കളിക്കും കേരളത്തിൻ്റെ അകത്തും പുറത്തും. ഇനി ജെൻഡർ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ലീഗ് നേരിടാൻ പോകുന്ന ഒരു വെല്ലുവിളി കൂടിയുണ്ട്. അത് പ്രിയങ്കയുടെ സാന്നിധ്യം ഉണ്ടാക്കാൻ പോകുന്ന വെല്ലുവിളിയാണ്. ലീഗിനെ സംബന്ധിച്ച് നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഒക്കെ വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തുക, വിജയിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് പ്രയാസമുള്ള ഒന്നാണ്. പ്രത്യേകിച്ചും ലീഗിൻ്റെ പിൻപറ്റി നിൽക്കുന്ന മതവിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ മത നേതൃത്വത്തിന് അതിനോടൊക്കെ വിയോജിപ്പുണ്ട്. ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ വനിതകൾക്ക് നല്ല സാന്നിധ്യവും പ്രാതിനിധ്യവുമുണ്ട്. അതിപ്പോൾ ലീഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വനിതാ ലീഗ് പ്രവർത്തകർക്കടക്കമുണ്ട് ആ സാന്നിധ്യം. അത് പക്ഷേ ഭരണഘടനാപരമായി നിബന്ധനയായി വന്ന സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്.
നിയമസഭയുടെ കാര്യത്തിലും ലോക്സഭയുടെ കാര്യത്തിലും ആ പരിമിതിയിൽ തന്നെയാണ് ഇപ്പോഴും ലീഗ് നിൽക്കുന്നത്. 25 വർഷത്തിന് ശേഷമാണ് ലീഗ് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ തയ്യാറായത്. കോഴിക്കോട് 2 മണ്ഡലത്തിൽ നിന്ന് നൂർബിന റഷീദാണ് മത്സരിച്ചത്, തോറ്റുപോയി. 25 വർഷം മുൻപാണ് ആദ്യമായി ലീഗ് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. നമുക്കറിയുന്നത് പോലെ 1996 ഖമറുന്നീസ അൻവറാണ് അന്ന് മത്സരിക്കുന്നത് എളമരം കരീമിനോട്. എളമരം കരീം ജയിക്കുകയും ചെയ്യുന്നു. ഖമറുന്നീസ അൻവറിന് ശേഷം ഒരു വനിതാ സ്ഥാനാർത്ഥി ലീഗിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് എപ്പോഴാണ്? 25 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ പ്രിയങ്ക ഗാന്ധി ഇനി വരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ വിജയം ലീഗ് ഉറപ്പാക്കുന്നു. അതൊരു വലിയ ജെൻഡർ രാഷ്ട്രീയത്തിൻ്റെ സംവാദ മേഖല കൂടിയാണ് ലീഗിനകത്ത് തുറക്കാൻ പോകുന്നത്. ഇപ്പോൾ ഹരിതയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണല്ലോ. അത് ലീഗ് അടച്ചിട്ട മുറികളിലാണ് പരിഹരിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ഈ പറയുന്ന ലീഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വനിതാ വോട്ടർമാരുടെ പങ്കാളിത്തം വളരെ പ്രധാനമായിരുന്നു. എന്നാൽ ഷാഫി വിജയിച്ചതിന് ശേഷം എങ്ങനെയൊക്കെ പെരുമാറണം, എവിടെയൊക്കെ പ്രത്യക്ഷപ്പെടണം, എവിടെയൊക്കെ ഒതുങ്ങി മാറി നിൽക്കണം എന്ന നിർദ്ദേശങ്ങൾ വരുന്നത് നാം കണ്ടതാണ്. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ച് പ്രിയങ്ക അവിടെ മത്സരിച്ച് ജയിച്ച് ഇവിടുത്തെ മുഖ്യധാരയിൽ സജീവമായി ഇടപെടുമ്പോൾ എന്തായാലും അത് പുതിയ സംവാദങ്ങൾക്ക്, ജെൻഡർ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പുതിയ സാധ്യതകൾക്ക് കൂടി വഴി തുറക്കുകയും ചെയ്യും. ലീഗിന് ആ വാതിലടയ്ക്കാൻ കഴിയുകയുമില്ല. ഇനി നാം പരിശോധിക്കാൻ പോകുന്നത് CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് എന്നാണ്. 2019 മുതൽ ഇവിടെ ഒരു പാറ്റേൺ രൂപപ്പെടുന്നത് നാം പ്രത്യേകം പരിശോധിക്കണം. 2019 രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വരുന്നത്. 2024 അദ്ദേഹം മത്സരിക്കുന്നു. ഈ 2 ഘട്ടങ്ങളിലും ഒരു ക്ലീൻ സ്വീപ്പാണ് ജനവിധി എന്ന നിലയിൽ വരുന്നത്. കോൺഗ്രസിന് അനുകൂലമായി, UDFന് അനുകൂലമായി. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അത് LDFന് അനുകൂലമാവുകയും ചെയ്യുന്നു. അപ്പോൾ കേന്ദ്രത്തിലേക്ക് UDF കോൺഗ്രസ്, സംസ്ഥാനത്തേക്ക് CPM LDF, അങ്ങനെ ഒരു പാറ്റേൺ രൂപപ്പെടുന്നു. ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല രാഹുൽ ഗാന്ധി. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ചും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുമായിരുന്നു പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ പ്രിയങ്ക ഇവിടുത്തെ തന്നെ MP ആയിരിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇവിടെ ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പ് 6 മാസത്തിനകം നടക്കണം. അവിടെ മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പ് നടക്കുക, മറ്റ് 2 നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ഉപതെരഞ്ഞെടുപ്പിന് വേദിയാവുകയാണ്. ഒന്ന് പാലക്കാട്, മറ്റൊന്ന് ചേലക്കര. അപ്പോൾ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിനൊപ്പം 2 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കൂടി വരാൻ പോവുകയാണ്. 2019 2024 കണ്ടതുപോലെ ലോക്സഭയിലേക്ക് മാത്രമായൊരു വിജയം കോൺഗ്രസിന് സമ്മാനിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ഈ പറയുന്ന ഗാന്ധി കുടുംബത്തിൻ്റെ സാന്നിധ്യവും പ്രഭാവവും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കില്ല എന്ന് ആര് കണ്ടു? അതാണ് CPMഉം LDFും നേരിടുന്ന ഭീഷണി. ഇത് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി ഒരു പാറ്റേണായി മാറില്ല എന്നാര് കണ്ടു? അതുകൊണ്ട് CPMനെ സംബന്ധിച്ചത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. വയനാട്ടിൽ പ്രിയങ്കയെ നേരിടുന്നത് CPI ആണെങ്കിലും CPMനാണ് വലിയ വെല്ലുവിളികൾ പ്രിയങ്ക ഉയർത്താൻ പോകുന്നത് എന്നത് അതുകൊണ്ട് സുനിശ്ചിതമാണ്. ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 2 മണ്ഡലങ്ങളുടെ പ്രത്യേകത കൂടി പരിശോധിച്ചു കൊള്ളണം. ഈ പ്രിയങ്കയുടെ സാന്നിധ്യം കൊണ്ട് വലിയ അട്ടിമറികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സാധ്യമാണ്, തള്ളിക്കളയാൻ കഴിയില്ല. എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ പാലക്കാട് ഷാഫി 2021 ജയിച്ചു കയറുന്നത് 3859 വോട്ടിൻ്റെ മാത്രം ലീഡ് കൊണ്ടാണ്. അപ്പോൾ ഇനി പാലക്കാട് പുതിയൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വരുമ്പോൾ അദ്ദേഹത്തിന് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരില്ലേ എന്ന് ഈ ലീഡ് നില വെച്ചുകൊണ്ട് ആർക്കും ശങ്കിക്കാം. എന്നാൽ അതല്ല വാസ്തവം. 2021 ഷാഫിക്ക് 54,079 വോട്ടാണ്. ശ്രീധരന് 50,220 വോട്ട്. CP പ്രമോദിന് 36,433 വോട്ട്. ഇതിന് തൊട്ട് മുൻപത്തെ തെരഞ്ഞെടുപ്പുമായി ഈ കണക്കുകളെ ഒന്ന് നാം താരതമ്യം ചെയ്ത് നോക്കണം. 2016 ഷാഫിക്ക് 57,559 വോട്ട്, ശോഭാ സുരേന്ദ്രന് 40,076 വോട്ട്, NN കൃഷ്ണദാസിന് 32,675 വോട്ട്. അപ്പോൾ ശോഭയ്ക്ക് 40 കിട്ടിയിട്ടുണ്ട്. അതാണ് ശ്രീധരൻ 50 ഉയർത്തുന്നത്. അതൊരു വലിയ നേട്ടമായി കരുതേണ്ട. കാരണം ഷാഫിയുടെ 57 54 അപ്പോൾ ഒരു 3000 അങ്ങോട്ടേക്ക് പോകുന്നു. NN കൃഷ്ണദാസിൻ്റെ 38,675, പ്രമോദ് മത്സരിക്കുമ്പോൾ 36,433, ഏതാണ്ട് 2000 ചില്ലാനം വോട്ടിൻ്റെ കുറവ് വരുന്നു. അപ്പോൾ ഈ 3+2 5000 വോട്ടിൻ്റെ കുറവ് അത് ശ്രീധരന് കിട്ടുന്നു. പിന്നെ അഡീഷണലായി ഒരു 5000 വോട്ട് കൂടി അധികം വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊരു വലിയ അത്ഭുതം ഉണ്ടാക്കി ശ്രീധരൻ അവിടെ എന്ന് കരുതേണ്ടതില്ല. ശക്തനായൊരു സ്ഥാനാർത്ഥി വരികയാണ് എങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ വിജയം സുനിശ്ചിതമാണ്. പ്രിയങ്ക ഫാക്ടർ കൂടി വരുമ്പോൾ അത് ഏതൊക്കെ രൂപത്തിൽ പ്രവർത്തിക്കും കോൺഗ്രസിനെ സംബന്ധിച്ച് എന്നത് ഇനി നാം കാണാനിരിക്കുന്നതേ ഉള്ളൂ. അടുത്തത് ചേലക്കരയാണ്. ചേലക്കരയിൽ K രാധാകൃഷ്ണൻ്റേത് വലിയ ഭൂരിപക്ഷമാണ്. 39,400 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. 83,415 വോട്ടാണ് രാധാകൃഷ്ണൻ പിടിച്ചത്. CC ശ്രീകുമാർ 44,015 വോട്ടേ പിടിച്ചുള്ളൂ. എന്ന് വെച്ചാൽ ശ്രീകുമാറിന് കിട്ടിയ വോട്ടിൻ്റെ ഏകദേശം അത്ര തന്നെ രാധാകൃഷ്ണൻ്റെ ഭൂരിപക്ഷമാണ്. ഷാജുമോൻ വട്ടേക്കാട് ആണ് BJP സ്ഥാനാർത്ഥി. 24,045 വോട്ടാണ് പിടിച്ചത്. പക്ഷെ നാം ഇതിനെ അതിന് തൊട്ടു മുമ്പത്തെ തെരഞ്ഞെടുപ്പുമായി കൂടെ താരതമ്യം ചെയ്യണം.
അന്ന് യു ആർ പ്രദീപ് 67,771 വോട്ട് പിടിക്കുന്നു. തുളസി 57,571 വോട്ട് പിടിക്കുന്നു. ഷാജുമോൻ പി പി ബി ജെ പി സ്ഥാനാർത്ഥി 23,845 വോട്ട് പിടിക്കുന്നു. ഇതിൽ നമുക്ക് ബി ജെ പിയെ ചിത്രത്തിൽ നിന്ന് മാറ്റാം. കാരണം ഒരു 1000 വോട്ടിൻ്റെ വ്യത്യാസമൊക്കെ വരുന്നുള്ളൂ. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഒരു സ്വാധീനവും അവിടെ ഇല്ല. എന്ന് വെച്ചാൽ ഫലത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന, തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന വലിയ വോട്ട് വ്യത്യാസം ഈ 2016-ലും 2021-ലും ബി ജെ പിയിൽ സംഭവിച്ചിട്ടുള്ള അത് മാറി നിൽക്കട്ടെ. പ്രദീപിന് 67 ചില്ലുവാനമാണ് പിടിക്കാൻ കഴിഞ്ഞത്. അതേസമയം രാധാകൃഷ്ണനോ 83,000 ചില്ലുവാനമാണ് പിടിച്ചത്. അപ്പോൾ തുളസി 57 പിടിക്കുന്നു, ശ്രീകുമാർ 44. തുളസിയിൽ നിന്ന് ശ്രീകുമാറിലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് 13,000 വോട്ടിൻ്റെ കുറവ് വരുന്നുണ്ട്. അപ്പോൾ പ്രദീപിന് കിട്ടിയ 67,000 ചില്ലുവാനത്തിലേക്ക് തുളസിയിൽ നിന്ന് ശ്രീകുമാർ മത്സരിക്കുമ്പോൾ കുറഞ്ഞ 13,000 വോട്ട് കൂടെ ചേർക്കൂ. അങ്ങനെ വരുമ്പോൾ 80 ആകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ 3,000 ചില്ലുവാനത്തിൻ്റെ അധികം വോട്ടേ പിടിച്ചിട്ടുള്ളൂ രാധാകൃഷ്ണൻ എന്നതാണ് ഈ കണക്ക് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ചേലക്കരയും ഭദ്രമാണ് എന്ന് കരുതേണ്ടതില്ല CPM. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, പ്രിയങ്ക ഫാക്ടർ കൂടി വരുമ്പോൾ വയനാട്ടിൽ മഴ പെയ്യുമ്പോൾ ഈ പാലക്കാടും ചേലക്കരയും മരം പെയ്യും. ആ സാധ്യത CPM-ഉം LDF-ഉം മുന്നിൽ കാണണം. ഇനി അവസാനമായി പ്രിയങ്കയുടെ സാന്നിധ്യം BJP രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കും എന്ന് പരിശോധിക്കാം. ഏറ്റവും ശക്തമായി രാഹുൽ ഗാന്ധി ഇവിടേക്ക് വന്നപ്പോൾ BJP ഉയർത്തിയ ആരോപണം എന്താണ്? തെക്കേ ഇന്ത്യയിലേക്ക് ഒളിച്ചോടി എന്നാണ്. വടക്കേ ഇന്ത്യയിൽ നിന്ന് BJPയെ നേരിടാൻ ഭയന്നിട്ടാണ് തെക്കേ ഇന്ത്യയിലേക്ക് ഒളിത്താവളം അന്വേഷിച്ച് രാഹുൽ ഗാന്ധി ഓടിയത് എന്നാണ് അവർ പറയുന്നത്. ആ വിമർശനം ഇനി മോദിക്കും BJPക്കും ആവർത്തിക്കാൻ കഴിയുമോ? പ്രയാസമാണ്. കാരണം ഇത്തവണ ഏറ്റവും കൂടുതൽ സാധ്യത മോദി തേടിയത് തെക്കേ ഇന്ത്യയിൽ ചുവടുറപ്പിക്കാനാണ്. വെറുതെ ഒന്നുമല്ല അതിനുള്ള സാധ്യതകൾ തേടിയത് നരേന്ദ്രമോദി. എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തത്? ചെങ്കോല് കൊണ്ടുവന്ന് വെച്ചു പാർലമെൻറ്റിൽ. കാശി തമിഴ് സംഗമം നടത്തി. ഏറ്റവും ഒടുവിൽ 45 മണിക്കൂർ ധ്യാനവും നടത്തി. പിന്നെ ഈ പറയുന്ന തമിഴ്നാട്, കേരളം, ആന്ധ്ര, തെലങ്കാന ഇവിടങ്ങളിൽ എത്ര വട്ടം മോദി കറങ്ങി എന്നതിൻ്റെ കൂടെ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതൊക്കെ എന്തിനായിരുന്നു? തെന്നിന്ത്യയിൽ ചുവടുറപ്പിക്കാനായിരുന്നു. പുതിയ സാധ്യതകൾ തേടിയായിരുന്നു ആ വരവെല്ലാം. അതിൽ കുറേയൊക്കെ അവർ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഒരർത്ഥത്തിൽ ഈ പറയുന്ന വടക്കേ ഇന്ത്യയിൽ രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണോ തെക്കേ ഇന്ത്യയിലേക്ക് മോദി ഓടിയെത്തിയത്? അന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ ഉപയോഗിച്ച ആ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണം, ആ ആയുധം, അതിൻ്റെ മൂർച്ച പോയിരിക്കുന്നു. മൂർച്ച പോയെന്ന് മാത്രമല്ല, അതിനെ ഉപയോഗിച്ചാൽ അതിലാദ്യം മുറിവേൽക്കുക തനിക്ക് തന്നെയായിരിക്കും. അങ്ങനെയാണ് ദേശീയ രാഷ്ട്രീയ സാഹചര്യം മാറിയത്, തെന്നിന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം മാറിയത്. അതുകൊണ്ട് ആ പറയുന്ന ആയുധത്തിനും ഇനി തെന്നിന്ത്യയിൽ നിന്നുള്ള പ്രിയങ്കയുടെയും രാഹുൽ ഗാന്ധിയുടെയും അപ്രതിരോധ്യമായ മുന്നേറ്റത്തെ തടയാൻ കഴിയുകയില്ല, അവരെ മുറിപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ ഈ 5 മേഖലകളിലാണ് വയനാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് എന്ന രൂപത്തിൽ ചുരമിറങ്ങി പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ സംഭവിക്കാനിരിക്കുന്ന വലിയ വലിയ ഭൂകമ്പങ്ങൾ.